ഈ നിങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? തീർച്ചയായും. കാരണം മുമ്പൊരു സൂചനാ സമരം നമ്മൾ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു. അതിനെ പ്രമാണിച്ചുകൊണ്ട് അതോറിറ്റീസ് ആരും തന്നെ നമുക്കൊരു മറുപടി തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതേ തുടർന്നാണ് നമ്മൾ ഈ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. തുടർന്ന് ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണോ അധികാരികൾ സർക്കുലറോ അല്ലെങ്കിൽ ഒരു റിട്ടൺ ഓർഡറോ തരുന്നത് വരെ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള കടുത്ത തീരുമാനത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട്. സർക്കാർ നിങ്ങളെ പറഞ്ഞ്, അതായത് 3 വർഷം മുമ്പ് പറഞ്ഞത് അത് പാലിച്ചില്ല, അത് പറഞ്ഞു പറ്റിച്ചു എന്നാണ്? തീർച്ചയായും. ഞങ്ങളിവിടെ അഡ്മിഷൻ എടുക്കാൻ നേരത്ത് നമ്മളോട് പറഞ്ഞത് എന്നാണോ ആ കെട്ടിടം ഫംഗ്ഷൻ ആരംഭിക്കുന്നത് അന്ന് നമുക്ക് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ആ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കി തരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് അത് ഈ 10 to 15 ദിവസങ്ങളിലായിട്ട്, നെക്സ്റ്റ് മന്ത് 10 to 15 ദിവസങ്ങളിലായിട്ട് ആ ഹോസ്റ്റൽ സൗകര്യം തുറന്നു കൊടുക്കുന്നവർ പറയുണ്ടായി. അതോടൊപ്പം തന്നെ നമുക്ക് കൂടെ നഴ്സിംഗ് വിദ്യാർത്ഥികളോട് അവരന്ന് പറഞ്ഞ വാക്ക് പോലെ തന്നെ പാലിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. പഠിപ്പ് അവർ മുടക്കി ഈ കവാടത്തിൽ പ്രതിഷേധിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് താമസത്തിന് പോലും സൗകര്യമില്ലെന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് താമസ സൗകര്യത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണ് ഇത് ചോദിക്കുന്നതെന്ന്. നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു റിപ്ലേസും വന്നില്ല. നമ്മൾ കുറേ രീതിയിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് റിക്വസ്റ്റുകളും ഫോംസും ഒക്കെ അയച്ചു. അപ്പോൾ അവർ ഓരോ കാരണങ്ങളും വാഗ്ദാനങ്ങളും തന്നെ ഞങ്ങൾ ഇത്രയും നാൾ പറ്റിച്ചു. ഇനി ഒരു ബാച്ച് കൂടെ വന്നാൽ ഇത്രയും റിമോട്ട് ഏരിയയിൽ നമുക്കിനി ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത്. രാത്രി നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഈ മെഡിക്കൽ കോളേജിൽ വന്നാൽ പോലും ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ 28 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഒരു ആംബുലൻസ് ഫെസിലിറ്റി പോലും ഇല്ലാത്ത ഈ സ്ഥലത്തുനിന്ന് 28 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് GH പോയാലേ നമുക്കൊരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ പഠനത്തിന് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ് ആശ്രയിക്കുന്നത്. അതെ, ഞങ്ങളിപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾക്ക് 2 മാസം പോസ്റ്റിംഗ് ആണ്. നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ ഫെസിലിറ്റീസ് പോലും അക്വയർ ചെയ്യുന്നത്. അതായത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അക്വയർ ചെയ്ത് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവിടെ പോയി അവിടുത്തെ ഹോസ്റ്റൽ ഫീസും അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. 300 രൂപ താഴെ മാത്രം മെസ്സും ഹോസ്റ്റലും ഫീ കൊടുക്കേണ്ട ഗവൺമെന്റ് കോളേജിൽ പ്രൈവറ്റുകാർ കൊടുക്കുന്നതിനും അധികം പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഷിഹാസ്, ഇവർ സൂചിപ്പിക്കുന്നത് പോലെ പ്രാക്ടിക്കൽ പഠനത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. വലിയ സാമ്പത്തിക ഭാരം അതിലൂടെ ഉണ്ടാവുന്നു. 3 വർഷമായിട്ടും ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം ഇവിടെ പൂർത്തിയായിട്ടില്ല. വലിയ കൊട്ടിഘോഷിച്ചാണ് നഴ്സിംഗ് പഠനം 3 വർഷം മുമ്പ് ഇവിടെ ആരംഭിച്ചത്. അതിനുശേഷം ഇവർക്ക് ഈ മെറിറ്റിൽ ഇവിടെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് 150 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ഹോസ്റ്റൽ സൗകര്യം പോലും ഒരുക്കി നൽകിയില്ല. ഈ പ്രാക്ടിക്കൽ പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഓരോ സെമസ്റ്ററിലും 2 തവണ പോയി വരണം. അതിനുള്ള സാമ്പത്തികം സർക്കാർ ആ സഹായവും ലഭിക്കുന്നില്ല. എന്തായാലും വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കിക്കൊണ്ട് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്.